മക്കളെ വേണ്ട, ഞാൻ കല്യാണം കഴിച്ചാൽ ആ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കില്ല, മാറി താമസിക്കും എന്ന് പറഞ്ഞ ആള് തന്നെയാണിതല്ലേ. ഹായ് കൂട്ടുകാരെ, നമ്മുടെ രേണുസുതി ഉറഞ്ഞു തുള്ളുന്നുണ്ട് കേട്ടോ. ഒരു വാളും എടുത്താൽ വെട്ടും. ആരെ കാണുന്നവരെ അവർ വെട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഷഫീന ബീബി കുടുംബത്തെ കയറി കളിച്ചു, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ തല്ലിച്ചു. എൻ്റെ കുടുംബവും മറ്റേ കുടുംബവും എന്നാണ് പറയുന്നത്. മറ്റേ കുടുംബം എന്ന് പറഞ്ഞാൽ ഏതാ? ആരായി മറ്റേ കുടുംബത്തിൻ്റെ നാഥൻ? കിച്ചു സത്യാവസ്ഥ തുറന്നു പറഞ്ഞത് കൊണ്ട് എല്ലാവരും റിയാക്ട് ചെയ്തു. മാത്രമല്ല കമൻറ്റുകളും അതുപോലെ തന്നെ വന്നു. ആ സുധീൻ മരിച്ചതിന് ശേഷം ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ മാത്രമല്ലല്ലോ കിച്ചു പറഞ്ഞത്. അതിനു മുമ്പും അച്ഛൻ 2 കല്യാണം കഴിച്ചപ്പോഴും 3ാമത് കല്യാണം കഴിച്ചപ്പോഴും ഉണ്ടായ ആ കുഞ്ഞിനുണ്ടായിരിക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട്. നല്ല അനുഭവമുണ്ട്, മോശം അനുഭവം ഉണ്ടാവില്ല. ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് മോശം അനുഭവങ്ങളാണ്. ആ കുട്ടീനെ ഇഷ്ടമല്ലായിരുന്നു എന്ന് പലതവണ ആ കുട്ടി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. രേണുവിനും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കല്യാണത്തിൻ്റെ മുന്നേ പരിചയപ്പെടുത്തി തന്ന് അച്ഛൻ അന്നേരം മുതൽക്ക് നല്ല കൂട്ടായിരുന്നു. അത് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അച്ഛൻ്റെ കൂടെ അച്ഛൻ ഷൂട്ടിന് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകുമായിരുന്നു. ആ കൊണ്ടുപോകുന്നത് രേണു അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ഡിപ്രഷനായി ആ കുട്ടി ഒരു വീടിൻ്റെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. ആ കുട്ടിയുടെ അച്ഛൻ വരുമ്പോൾ മാത്രം ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നു. അല്ലാതെ തങ്കച്ചനോ തങ്കച്ചൻ്റെ ഭാര്യയോ ഒന്നും ആ കുട്ടിക്കൊരു നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ ആ മുറിക്കടുത്തേക്ക് വരികയോ ഒന്ന് സമാധാനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് സുധിയെ മാത്രമായിരുന്നില്ല രേണു നിനക്ക് വേണ്ടത്. അല്ലാതെ അവൻ്റെ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞിനെ നിനക്ക് വേണ്ടിയിരുന്നില്ലല്ലോ. കുഞ്ഞിലൂടെ നീ സുധിയെ കയ്യിലാക്കി. അതായത് സുധിയെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് നിനക്കൊരു മകനും പിറന്നു. ആ കുട്ടിയുടെ മനസ്സിൽ നിന്നെ നോക്കണ്ടെന്നോ കുഞ്ഞിനെ നോക്കൂലെന്നോ ഒന്നും ആ കുട്ടി പറയുന്നില്ല. കിച്ചു പറയുന്നത് അവനുണ്ടായ കുറേ അനുഭവങ്ങളും അവിടെ നിന്നപ്പോൾ ഉണ്ടായ കുറേ നിങ്ങളുടെ ടോർച്ചറിങ് കാരണം ആ കുഞ്ഞിന് പുറത്തിറങ്ങി പോകാൻ പറ്റാത്ത വിധം ആ കുട്ടി മാനസികമായി തകർന്നുപോയി എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. നീ മാത്രമാണ് ആസ്വദിക്കുന്നത്. നീ പ്രസവിച്ചൊരു മകനുണ്ടല്ലോ അവിടെ, ആ കുഞ്ഞിനെ പോലും നീ നോക്കുന്നില്ല എന്നാണ് അറിയാൻ പറ്റിയത്. നിന്റെ അമ്മയും അച്ഛനും ആ കുഞ്ഞിനെ നോക്കുന്നുണ്ട്, പക്ഷേ നിനക്ക് ആ കുഞ്ഞിനെ പോലും ഒന്ന് നോക്കാനോ ആ കുഞ്ഞിനൊരു നേരത്തെ ആഹാരം കൊടുക്കാനോ ഒന്നും തന്നെ നിനക്കൊന്നിനും സമയമില്ല. ഷൂട്ട്, ഫോട്ടോഷൂട്ട്, ഷോർട്ട് മൂവി, ആൽബം, പരസ്യം, സത്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നു. അവൾ ചെയ്തതും അവളുടെ അച്ഛനും അമ്മയും ചെയ്ത സത്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നു. കിച്ചു അതെല്ലാം പുറത്തേക്ക് ഇടുന്നു എന്ന് മനസ്സിലായപ്പോൾ, കിച്ചു പറഞ്ഞിട്ട് എല്ലാവരും അറിയുന്നു എന്ന് മനസ്സിലായപ്പോൾ ഉണ്ടായ ഫ്രസ്ട്രേഷൻ എന്നാണ് ഇതിനെ പറയുക. രേണു ഇപ്പോൾ ഒരു ദിവസം ഒരു 4 ഷോട്ടെങ്കിലും ഇടുന്നുണ്ട്. ചില സമയത്ത് 5ഉം 6 ഷോട്ടുകൾ ഇടുന്നുണ്ട്. ഇതിനൊക്കെ നിനക്ക് സമയമുണ്ടല്ലോ. നീ കിച്ചു ചോദിച്ചതിനുള്ള ഉത്തരം നീ കൊടുത്തോ? കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറിയിൽ കിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും സത്യമല്ല. എല്ലാം കിച്ചു കള്ളം പറഞ്ഞതാണെങ്കിൽ അതിനുള്ള മറുപടി നീ കൊടുക്ക്. അതിനുള്ള മറുപടിയാണ് നീ കൊടുക്കേണ്ടത്. കിച്ചുവിന് നീ ആ മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് നീ സോഷ്യൽ മീഡിയയിലിട്. അപ്പം അത് ഞങ്ങളെല്ലാവരും കാണും. അപ്പം നമ്മളതിനെ റിയാക്ട് ചെയ്യില്ല. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആരും റിയാക്ട് ചെയ്യില്ല. നീ സത്യം പറയുന്നില്ലല്ലോ. ആ കുട്ടിയല്ലേ സത്യം പറഞ്ഞിട്ടുള്ളൂ. ആരുടെ കുട്ടിയായാലും ഒരു കുഞ്ഞിനെയും ഇങ്ങനെ ഉപദ്രവിക്കരുത്. നമുക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ അവനോട് പറയാലോ, നീ വലിയ കുട്ടിയാണ്, എനിക്ക് നിന്നെ നോക്കി ഇരിക്കാൻ പറ്റില്ല, നിനക്ക് നിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയി ഇരിക്കുകയോ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ജീവിച്ചോ, എനിക്ക് നോക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയും അച്ഛനും സുഖമില്ലാത്തവരാണ്, എൻ്റെ കുഞ്ഞിനെ മാത്രമാണ് നോക്കാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും പറ്റുള്ളൂ എന്ന് പറ. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ആ കുട്ടി ഇതൊന്നും പറയില്ല, എല്ലാ കുട്ടി ഒഴിവാക്കും. പിന്നെ സോഷ്യൽ മീഡിയ എൻ്റെ കുറച്ച് കൂട്ടുകാരികളുണ്ടല്ലോ, ഒരു സജീനയും ശ്രീതുമെല്ലാം, അവർ ഒരു ചെറിയൊരു പയ്യനുണ്ട്, 10-16 വയസ്സ് കാണുമായിരിക്കും. ആ പയ്യൻ്റെ വീഡിയോ ഞാനും കാണാറുണ്ട്. രേണുസുധീൻ്റെ വീഡിയോ ആണ് ആ പയ്യനെ കൂടുതലും ഇടുന്നത്. ബിഗ് ബോസ് സമയം മുതൽക്കാണ് ഞാനത് കണ്ടു തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് ആ കുട്ടി പറയുന്നതൊക്കെ ഞങ്ങളെല്ലാം പറയുന്നതിനേക്കാൾ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങളൊക്കെ പറയുന്നതിനേക്കാളും എത്ര ഗംഭീരമായി അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് പയ്യൻ.
ആ പയ്യൻ്റെ അമ്മേനെ പറഞ്ഞില്ലേ, സജീനാവൻ്റെ വീഡിയോ ഞാൻ കണ്ടു. അതിൽ പറയുന്നുണ്ട് എൻ്റെ അമ്മേൻ്റെ വട വിൽക്കാൻ വയ്ക്കുമെന്ന്. ഡേയ് സജീനെ, നീ രേണുവിനെ സപ്പോർട്ട് ചെയ്തോ? രേണുവിൻ്റെ വട നീ വിറ്റോ? രേണു വട വിൽക്കാൻ പോകുന്നത് അതിനാണല്ലോ. വട വിറ്റ കാശ് കൊണ്ട് സജീനയും കൂടി ചായ കുടിക്കി. ചായയും വടയും കൂടെ അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടെ കുടിച്ചോ? ആ ഒരു ചെറിയൊരു പയ്യന് പറയുന്നത്, അവൻ്റെ അമ്മയെ പറഞ്ഞത്, ആ പയ്യനൊന്ന് പരാതിപ്പെട്ടാൽ നിങ്ങളുടെ വടവിൽപ്പനയെല്ലാം അവിടെ നിൽക്കും. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അക്കൗണ്ടുകളൊക്കെ പൂട്ടിക്കെട്ടി വലിച്ചെറിയ താക്കോല് കേട്ടോ. അതിനുള്ള വഴി ഉണ്ടാക്കണ്ട സജീനയ്ക്ക് മേടയായിട്ട് കുറച്ചൊരു ഇളക്കം തുടങ്ങിയിട്ടുണ്ട്. റിയാക്ഷൻ ഓളികൾ, കമൻ്റ് ഓളികൾ, ഇതാണ് അവളിട്ടിരിക്കുന്ന പേര്. അവൾ വടയോളി, രേണു വടയോളി. കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളുണ്ടല്ലോ, അത് കാണുമ്പം പ്രതികരിച്ചു പോവുകയാണ്. പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ജന്മം തന്നെയാണ് കേട്ടോ നീക്ക്, വല്ലാത്തൊരു ജന്മം തന്നെയാണ്. നിന്നെപ്പോലെ ഒരു ലേഡീനെ കണ്ടിട്ടേ ഇല്ല. ഒരുപാട് പേരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരെണ്ണത്തിനെ കണ്ടിട്ടില്ല. നിനക്ക് എന്തിൻ്റെ സൂക്കേടാ? നീ ആൽബം അഭിനയിക്കോ, നീ എന്തെങ്കിലും ജോലിക്ക് പോയോ, നീ ജീവിച്ചോ? നീ വടയാണ് വിൽക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ വട വിറ്റോ? കുറേ വട വിറ്റല്ലോ. ഷൂട്ടിനൊക്കെ പോകുന്ന ആളുകളെയൊക്കെ നമ്മൾക്കും അറിയാം. ആരും തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് തന്ന ആ ഭാഗങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം കൂടെ അഭിനയിച്ചവരെ കയ്യും പിടിച്ച് കാലും പിടിച്ച് അവിടെ പോയിരുന്ന് ഇവിടെ പോയിരുന്ന് കെട്ടിപ്പിടിച്ച് ഓരോരുത്തൻ്റെ മേലേക്ക് അങ്ങ് ചാഞ്ഞിട്ട് ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒട്ടിക്കിടക്കുകയാണ്. ഇങ്ങോട്ട് കാന്തവും ഇരുമ്പും കൂടെ പിടിച്ചതുപോലെയാണ് ഒട്ടിക്കിടക്കുന്നത്. കണ്ടാലും മതി. ഇവളുടെയൊക്കെ വിചാരം എന്താ? ഇവളെക്കാളും വലിയവരാരും ഇല്ല എന്നാണ്. നീ വലിയൊരു അഭിനേത്രിയാണ് അത്ര. ഞാൻ അഭിനയിക്കുന്നു. എന്താ നിൻ്റെ അഭിനയം? വെറുതെ ഓരോരുത്തരെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരെ തലക്കിട്ട് കയറാൻ വരണ്ട. വന്നിട്ടുണ്ടെങ്കിൽ നല്ല അതിനേക്കാൾ ഇതുവരെ കിട്ടിയതിനെക്കാട്ടി വലിയ റിയാക്ഷനേക്ക് നിനക്ക് കിട്ടാൻ പോകുന്നത്. ഒരാളും രണ്ടാളുമല്ല. നിൻ്റെ പേര് പറഞ്ഞാൽ നീ കേസ് കൊടുക്കും. എൻ്റെ വടവിൽപ്പന പറഞ്ഞാൽ നീ കേസ് കൊടുക്കും. എന്നാൽ നീ പോയി കേസ് കൊടുക്ക്. അവിടെ കേസുമായിട്ട് പോകാം നമുക്ക് കേട്ടോ. ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ വരാം.